Dhoni would be my number one, Mahendra Singh Dhoni. Okay. Because Yeah. ഞാൻ ധോണിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ചെന്നൈയിലുള്ള ഓഡിയൻസ് എന്നെ നാളെ കൊല്ലും. Allah for a reason. He came and said hi. That was the best part. അപ്പൊ I was like, ഞാൻ എങ്ങനെ ഹായ് പറയും, എങ്ങനെ ഹലോ സർ എന്ന് പറയണോ, ഗുഡ് മോർണിംഗ് പറയണോ, ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ. That way is very normal, very sweet, very down to earth ആണ്. Ajit sir is also like very simple, like very simple, like നമ്മൾ like താഴെ ഇരുന്ന് കപ്പലണ്ടി കഴിക്കും, ആ ടൈപ്പ് ഓഫ് ലൈക്ക് there is zero starry attitude ആണ് that I have seen like സെറ്റിലും എല്ലായിടത്തും. നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് നാച്ചുറൽ ആയിട്ട് ആ ഒരു മൂഡ് വരണല്ലോ. അപ്പം ഒരു ഐസ്ക്രീം കുൽഫി കഴിക്കുന്ന എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ he will crack some like വലിച്ച jokes and some funny jokes. ചിരി. എൻ്റെ ഫാദർ, എൻ്റെ ബ്രദർ, bunch of boys, പിന്നെ ഞാനായിരിക്കും the only girl in the whole team അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. Okay. So I grew up playing cricket with all the boys. Sanju Samson also very talented. അപ്പം ഈവൻ ഞങ്ങളെ കമന്ററി ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സഞ്ജു ആണ് അവരുടെ എല്ലാ മലയാളി സെക്ഷന്റെ ഒരു ഫേവറേറ്റ്, ബിക്കോസ് ഹി ഈസ് ദ ഓൺലി മലയാളി പ്ലെയർ റൈറ്റ് നൗ. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതിന് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഫോൺ നമ്പർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ അജിത് സർ ഇങ്ങനെ എന്നെ ഒരു പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് എൻകറേജിങ് ഒരു പെർട്ടിക്കുലർ തിങ് ഹീസ് ലൈക്ക് ഭയങ്കര ഒരു ഹോംലി ആക്കാൻ നോക്കുവാണല്ലോ. എനിക്കൊരു ലൈക്ക് ദോ ഐ ലവ് ദം, ഐ വാസ് ലൈക്ക് എന്തിനാ ഇങ്ങനത്തെ അഡ്വൈസ് ഒക്കെ തരുന്നത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. ബട്ട് ഐ നൗ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ് ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് കം മോഡൽ പാർവതിയാണ്. സോ പാർവതി, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. താങ്ക് യു സോ മച്ച്. പാർവതിയോട് എന്താ പുതിയ വിശേഷം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സൂപ്പർ സിന്ദഗി ഇങ്ങനെ തിയേറ്ററിൽ സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രൊമോഷൻസും തിയേറ്റർ വിസിറ്റും ഒക്കെ ആയിട്ട് ആള് നല്ല തിരക്കാണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് മൂവിയുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? സോ ഫാർ ഇറ്റ്സ് ബിൻ വെരി ഗുഡ്. ആക്ച്വലി ലൈക്ക് ഇപ്പോഴൊക്കെ ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഭയങ്കര ഇതാണെങ്കിലും ഭയങ്കര ഇതാണ്, വാട്ട് എവർ ഇറ്റ് ഈസ് റെഡി ടു ആക്സെപ്റ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ഇതാണ്. അപ്പം ഒരു കംപ്ലീറ്റ് ക്ലീൻ പ്ലെയിൻ മൈൻഡായിട്ടാണ് ഒന്ന് ഫസ്റ്റ് ഷോ കണ്ടത്. അപ്പം സത്യം പറഞ്ഞാൽ ലൈക്ക് സാധാരണ ഞാൻ ഫോണൊക്കെ ഇടയ്ക്ക് നോക്കുന്ന ഒരാളാണ്. ലൈക്ക് എപ്പോഴെങ്കിലും മൂവി ആണെങ്കിലും അല്ല ഏത് മൂവി ആണെങ്കിലും എപ്പോഴെങ്കിലും ഫോൺ നോക്കും, ഒരു അഡിക്ഷൻ പോലെ, ഒരു കുറച്ച് ഡിസ്ട്രാക്ഷൻ. സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പം ഒരു പ്രാവശ്യം പോലും നോക്കിയിട്ടില്ല, ഇന്റർവെൽ അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ലുക്കിംഗ്. അത് എന്റെ സീൻസോ അങ്ങനെ ആയതുകൊണ്ടൊന്നുമല്ല. ലൈക്ക് ഐ ഫൗണ്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ടൊരു സിനിമ. ലൈക്ക് ഒട്ടും ഒരു ലാഗ് ഓർ സംതിങ് ഇല്ല, ഇറ്റ് വാസ് എൻഗേജിങ്. ആൻഡ് ഈവൻ ദ കോമഡി എലിമെന്റ്സ് എല്ലാം ഞാൻ തന്നെ ഒരു സെൽഫ് ക്രിട്ടിക്കാണ് എൻ്റെ മൂവീസ് ആണെങ്കിലും whatever it is. പക്ഷേ ഐ തോട്ട് ഇറ്റ് വാസ് വെരി ലൈക്ക് എന്താ പറഞ്ഞ ഒരു ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കോമഡി. ആൻഡ് നമ്മൾ കുറേ സീരിയസ് ഭയങ്കര ഇതായിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ ഓൾറെഡി നടക്കുന്നു, എല്ലാവരുടെയും ഇൻസിഡൻറ്റ് നടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഫീൽ ഗുഡ് ലൈറ്റ് മൂവി. ഇപ്പം എല്ലാ സിനിമ ഭയങ്കര സീരിയസ് ഡീപ്പ് ആണെങ്കിൽ നമ്മുടെ തോട്ട്സും അങ്ങനെ തന്നെ ഇതായിരിക്കും. ഐ ഫീൽ ഇടയ്ക്കൊക്കെ ഒരു കോമഡി, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മൂവിയും വേണം. നമ്മുടെ ലൈഫ് എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസും ഉണ്ട്, സീരിയസ് സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വൺ, ഇത് റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത ഒരു ത്രില്ലർ ടൈപ്പ് ആണെങ്കിലും ഒരു കോമഡി ഫാഷനിലാണ് പോകുന്നത്. ആൻഡ് ഞാൻ കണ്ട തിയേറ്ററിലാണെങ്കിലും വിസിറ്റ് ചെയ്ത തിയേറ്റേഴ്സ് ആണെങ്കിലും ടച്ച് വുഡ് ഓൾ വർ ഹൗസ്ഫുൾ ഷോസ്. ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ദ റെസ്പോൺസ് വാസ് റിയലി നൈസ്. ജെന്യൂൻ ആയിട്ടൊരു മനസ്സിലാവുമല്ലോ. ആൻഡ് ലൈക്ക് യൂഷ്വലി ഞാൻ പോലും ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താ പറയുക, ഫ്രാങ്ക് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ജെന്യുവൻലി ഐ ഫെൽ ലൈക്ക് ഓ ദിസ് ഇസ് നൈസ് മൂവി, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി നല്ലതാണല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പാർവതി സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുക. കാരണം എന്താണോ, പാർവതിയുടെ കുറച്ച് പ്രൊമോഷൻസ് ഞാൻ കണ്ടപ്പോഴേ പാർവതി ഇങ്ങനെ അധികം അതിനകത്ത് സംസാരിക്കുന്നില്ല, അധികം വർത്താനം പറയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ ചോദ്യങ്ങളായിട്ടാണ് വന്നത്. അത് തന്നെ, പക്ഷെ ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല.
ഓക്കെ, അപ്പൊ പാർവതി, അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ ഒരു സൂപ്പർ സിന്ദഗിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. ആക്ച്വലി പാർവതി പറഞ്ഞല്ലോ ഫൺ മൂവിയാണ്, പാർവതിക്ക് കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെ. നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ തിയേറ്ററിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും ആ ഒരു ഫാക്ടർ തന്നെ ആയിരിക്കും. കാരണം ധ്യാൻ ചേട്ടൻ, മുകേഷ് ചേട്ടൻ, അങ്ങനെ നല്ലൊരു കാസ്റ്റ് ആണല്ലോ, നമുക്കൊരു എന്റർടൈനിങ് കാസ്റ്റ് ആണ് ആ മൂവിയിലുള്ളത്. സോ ക്ലീശ ചോദ്യമാണ്, എന്നാലും നമ്മുടെ ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഒരു ഫണ്ണി മെമ്മറി ഷെയർ ചെയ്യാവോ? എപ്പോഴും ഫണ്ണി മെമ്മറി ആയിരുന്നു. ബിക്കോസ് നമ്മളൊക്കെ ചിലപ്പം ഓരോ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ, അതും ആ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് നാച്ചുറൽ ആയിട്ട് ആ ഒരു മൂഡ് വരണമല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഐസ്ക്രീം കുൽഫി കഴിക്കുന്ന എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഹി വിൽ ക്രാക്ക് സം ലൈക്ക് വളിച്ച ജോക്സ് ആൻഡ് സം ഫണ്ണി ജോക്സ്. ചിരി. അപ്പം ആക്ടിങ് ചിരിയല്ല, എല്ലാം അപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലുള്ള ചിരിയാണ്. സോ അത് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരും. നമ്മളേക്ക് ഫോഴ്സ് ചെയ്ത് ഹീന്ന് ആക്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ശരിക്കും ഒരു ജോക്ക് ക്രാക്ക് ചെയ്ത് ചിരിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ത്രൂ ഔട്ട്, എസ്പെഷ്യലി ആ സോങ്ങിൻ്റെ സീക്വൻസ് ഒക്കെ, വി വർ ആക്ച്വലി ലാഫിങ്. ഓരോ ജോക്സ് ഒക്കെ ക്രാക്ക് ചെയ്ത് ഞങ്ങൾ ലൈക്ക്, സോ ഈസ് എ ഫണ്ണി. എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യുക, ഒരു സ്റ്റോറി ഓർമ്മയുണ്ടോ എന്തെങ്കിലും? ഇല്ല, അതാ മൈസൂരിലാണ് ആ സോങ് ഷൂട്ട് ചെയ്തത്. അപ്പം മൈസൂരിൻ്റെ ആ കംപ്ലീറ്റ് എല്ലാ സീൻസും ലൈക്ക് ഇറ്റ് വാസ് വെരി വെരി ഫണ്ണി. ലൈക്ക് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഫണ്ണി ആയിരുന്നു. എൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് വിക്കിപീഡിയ എന്നെ ചതിച്ചിട്ടില്ലെങ്കിൽ ഗോട്ടിനകത്ത് പാർവതി ഉണ്ടോ? ഉണ്ട് ഉണ്ട് അല്ലേ? വിക്കിപീഡിയ എന്നെ ചതിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, സോ പാർവതി എന്താ ഞാൻ ഇനി ചോദിക്കുക? പക്ഷെ വിക്കിപീഡിയ ചിലപ്പോഴൊക്കെ നമ്മൾ ഇല്ലാത്ത സിനിമ ഇടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടിച്ചു ഉള്ള സിനിമ ഇടാറില്ല. ഇടാറില്ല. അങ്ങനെ നമ്മുടെ പേര് ചിലപ്പോ കാണില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. സോ പാർവതി, as usual question, how's working with Vijay ഇളയ ദളപതി? It was a great experience. Like same thing. എനിക്കും ജസ്റ്റ് ഞാനൊന്ന് ഇടയ്ക്കൂടെ കയറിക്കോട്ടെ. പാർവതി ഫസ്റ്റ് വിജയ് സാറിനെ കണ്ട ടൈമില്, ഫസ്റ്റ് കാണുന്ന ടൈമില് എന്തായിരുന്നു? സോ എന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഞാൻ സെറ്റിൽ വരുന്നു. അപ്പൊ കുറച്ച് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദ like Vijay sir വരുന്നു, like immediate first day of shooting തന്നെ he was there. എന്നിട്ട് so I was like, and like I mean I'm little, you said ഭയങ്കര ടോക്കറ്റീവ് ആണെന്ന്. സത്യം പറഞ്ഞാൽ I'm either ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കര ഷൈ ആയിരിക്കും, എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് സിനിമ പീപ്പിൾ, സിനിമ ഫംഗ്ഷൻസ് ഒക്കെ. എന്തോ ഒരു റീസൺ ഞാൻ പബ്ലിക് ഷൈ ആണ്. ഇപ്പം നമുക്ക് 3 പേര് 4 പേരേ ഉള്ളൂ ഇവിടെ, അതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ, ഒരു വലിയ ക്രൂ ഉണ്ടെങ്കിൽ ഐ എം വെരി ഷൈ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ടോക്ക്. എനിക്ക് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ വിജയ് സർ വരുമ്പം ഐ വാസ് ലൈക്ക് ഫുൾ ക്വയറ്റ്, ബിക്കോസ് ഒരിക്കലും കണ്ടിട്ടില്ല ഈ പേഴ്സൺ. ബട്ട് യു നോ ഹീസ് ദ വിജയ്, പക്ഷെങ്കിൽ സോ ഐ നെവർ സീൻ ഹിം. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ലൈക്ക് സോ ക്വയറ്റ്. He came and said hi. That was the best part. അപ്പോൾ I was like, ഞാൻ എങ്ങനെ ഹായ് പറയും, എങ്ങനെ ഹലോ സർ എന്ന് പറയണോ, ഗുഡ് മോർണിംഗ് പറയണോ, ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? പക്ഷെങ്കിൽ he came and said hi and ഒരു shake hand. I was like completely like so sweet. Like I mean I found that very down to earth. And പിന്നെ directly he was like, oh hi, like I think എന്നെ അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. മേ ബി ഞാൻ ചെയ്ത മൂവീസ് ഒന്നും നോട്ടീസ് ചെയ്ത് കാണില്ല, I don't know. അപ്പം ഹി ആസ്ക് മീ എന്തൊക്കെയാ ചെയ്തു, ഓക്കെ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചു. സോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. സംസാരിക്കാൻ ഐ ഹാഡ് ദാറ്റ് ഫ്രീഡം. ആൻഡ് ഹീസ് ലൈക്ക്, see he's someone like if he's sitting down, he will make sure like chair ittittu like you have to be sitting, anganathe oru person aanu. Like he will make sure about that. It's not like oh ellarum nikkada njan anganathe ellarum see like Vijay angane. He'll be like one of the normal people e ullu. And if he's sitting, he'll make sure like aduthoru chair undu. And you know, it's like that way. He's very normal, very sweet, very down to earth aanu as a person. Is very പാർവതി വെയിറ്റ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് റിലീസ് ഗോട്ടായിരിക്കും അല്ലേ? യെസ്. എനിക്കിപ്പം ഞങ്ങളെ പോലെ എനിക്ക് ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പൊ സൂപ്പർ സിന്ദി ആണെങ്കിലും ഗോട്ട് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ 3 മൂവീസ് ഉണ്ട് ബാക്കി റിലീസ് ആവാൻ, 2 തമിഴിലും 1 കന്നഡയിലും. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് എല്ലാം ഈക്വൽ ആണ്. ആ ഒരു മേ ബി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ ലൈക്ക് അവയർനെസ് കുറവായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു സെൽഫ് അവയർനെസ് കുറവായിരുന്ന ഒരു ടൈം. വാട്ട് ഐ വാണ്ട്, ആ ഒരു മൂവി വലിയ മൂവി, ഇതൊരു ചെറിയ മൂവി. ഇപ്പം എനി മൂവി ആം എ പാർട്ട് ഓഫ്, എനിക്ക് ഈക്വൽ ആണ്. അത് ഒരു വിജയ് സാറിന്റെ മൂവി ആണെങ്കിലും ധ്യാന്റെ മൂവി ആണെങ്കിലും
വേറെ ആക്ടർ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു ആക്ടറും ഇല്ലാത്ത മൂവി ആണെങ്കിലും ഇറ്റ്സ് ഓൾ ദ സെയിം ടു മീ. എനിക്ക് ഈക്വൽ വാല്യൂ ആണ് എല്ലാ മൂവീസിലും. ആൻഡ് ആ ഒരു സ്ക്രീൻ സ്പേസ് 5 minutes ആണെങ്കിലും 1 hour ആണെങ്കിലും, മേ ബി 1 hour സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യും, ലൈക്ക് കുറച്ചുകൂടെ നല്ലൊരു സീൻ ഉണ്ടല്ലോ അങ്ങനെ. ബട്ട് ഒരു പ്രോജക്റ്റ് ആയിട്ട് സെയിം വാല്യൂ ആണ് എനിക്ക്. എനി ലാംഗ്വേജ്, എനി മൂവി, എനി സ്ക്രീൻ സ്പേസ്, എനി റോൾ, അതിന് വ്യത്യാസം ഇല്ല സത്യം പറഞ്ഞാൽ. സോ ഗോട്ട് ആസ് മച്ച് എസ് സൂപ്പർ സിന്ദഗി, യെസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഇത്രയും അതിൽ ആക്ട് ചെയ്ത ഒരു സ്പെഷ്യൽ ഇതായിരുന്നു. ബിക്കോസ് ട്രീറ്റ്മെന്റ് എല്ലാം ലൈക്ക് ഓബ്വിയസ്ലി ഇറ്റ്സ് എ ബിഗ് മൂവി. ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പൊ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ലൈക്ക് ബെസ്റ്റ് ഓഫ് ഹോട്ടൽസ്, ബെസ്റ്റ് ഓഫ് റൂംസ്, ബെസ്റ്റ് ഓഫ് ഫുഡ്, ബെസ്റ്റ് ഓഫ് കാരവാൻസ് എല്ലാം ഓബ്വിയസ്ലി ഒരു വലിയ സിനിമയ്ക്ക് ഒരു സൂപ്പർ ഗുഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലേ. ലൈക്ക് എല്ലാം നമ്മുടെ ക്രൂ, നമ്മുടെ ടീം എല്ലാം നമുക്കൊരു ടോപ്പ് നോച്ച് എടുക്കാനൊരു ചോയ്സ് ഉണ്ട്. അതാണ് ഒരു സ്പെഷ്യാലിറ്റി. ആൻഡ് വെരി നൈസ് ഫ്രണ്ട്ലി ടീം. എല്ലാം സീനിയർ, വെങ്കട് പ്രഭു സീനിയർ ഡയറക്ടറാണ്, വിജയ് സാബ് സീനിയർ ആക്ടറാണ്. പക്ഷേ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, സ്വീറ്റ്. നോബഡി ഹാസ് ഒരു സീറോ ആറ്റിറ്റ്യൂഡ്. ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആരുമില്ല, സീറോ. ലൈക്ക് എവറിബഡി സോ സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. കുറേ സീനിയർ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. പ്രശാന്ത്, പ്രഭുദേവ, ലൈക്ക് കുറേ, ഐ മീൻ ആ സീൻസിലൊക്കെ വന്ന പീപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ സോ മെനി സീനിയർ ആക്ടേഴ്സ്. പക്ഷേ എവറിബഡി വാസ് ലൈക്ക് വെരി നോർമൽ, സിമ്പിൾ, നോർമൽ തിങ്. ഒരിക്കലും നമ്മൾ ഈ പേഴ്സൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫീലിങ്ങേ ഇല്ല. സോ ലാസ്റ്റ് ഞാൻ എന്നെ ആയിരുന്നാലും അജിത് സാറിൻ്റെ മൂവി ചെയ്തപ്പോഴും ഐ തോട്ട് അജിത് സർ ഇസ് ഓൾസോ ലൈക്ക് വെരി സിമ്പിൾ, ലൈക്ക് വെരി വെരി സിമ്പിൾ. ലൈക്ക് നമ്മൾ ലൈക്ക് താഴെ ഇരുന്ന് കപ്പലണ്ടി കഴിക്കും, ആ ടൈപ്പ് ഓഫ് ലൈക്ക് ദർ ഇസ് സീറോ സ്റ്റാറി ആറ്റിറ്റ്യൂഡാണ് ദറ്റ് ഐ ഹാവ് സീൻ ലൈക്ക് സെറ്റിലും എല്ലായിടത്തും. സോ ഐ തിങ്ക് ഇറ്റ് വാസ് എ സിമിലർ എക്സ്പീരിയൻസ് ഈ സെറ്റിലും. പിന്നെ വേറെ വ്യത്യാസം വെച്ചാൽ ഇതിനകത്ത് കുറേ വലിയ ആക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് യുനോ ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ഫിലിം വിത്ത് മെനി ആക്ടേഴ്സ്. ലൈക്ക് ഒരു 10 വലിയ ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമയായിരിക്കും. സോ ഓബ്വിയസ്ലി ഐ ഡോണ്ട് നോ ഹൗ മച്ച് സ്ക്രീൻ സ്പേസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ബട്ട് കുറേ നാളൊക്കെ ഷൂട്ട് ചെയ്തു. ഇപ്പം എല്ലാ സിനിമയിലും കുറേ സീൻസൊക്കെ കട്ടാവുമല്ലോ. ഇപ്പം സൂപ്പർ സിന്ദഗി പോലും ഡയറക്ടറോട് ചോദിച്ചു, സർ ആ ക്ലൈമാക്സ് സീനിന് എന്ത് പറ്റി, മറ്റേ സീൻ എന്ത് പറ്റി, 3-4 സീൻസ് ഇല്ല ഷൂട്ട് ചെയ്ത സീൻസ്, എല്ലാത്തിലും ട്രിം ആവും. സോ ഞാൻ റിസൾട്ട് വന്ന് ലൈക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇത്രയും ഉണ്ടായിരുന്നല്ലേ. സോ ലെറ്റ് സി, ഐ മീൻ അങ്ങനെയാണ്. ബട്ട് ഇറ്റ് ഇസ് ഗ്രേറ്റ് ടു ബി എ പാർട്ട് ഓഫ് ഗോട്ട്. ദി ട്രീറ്റഡ് മീ റിയലി വെൽ. ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് തന്നു. ഇറ്റ് വാസ് ഒരു ഫൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളായിരുന്നു തമിഴിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് ദീസ് പീപ്പിൾ. ദേ ആർ വെരി സ്വീറ്റ്, വെരി ഈസി ടു വർക്ക് വിത്ത്, വെരി ചിൽഡ് ഔട്ട്, നല്ലൊരു കൂൾ ടീം, എന്നും ചിരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ആക്ച്വലി എന്നും വെയിറ്റ് ചെയ്യുമായിരുന്നു ഷൂട്ട്, നെക്സ്റ്റ് ഡേ നാളെ ഷൂട്ടുണ്ടോ, നാളെ ഷൂട്ടുണ്ടോ. വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും ലൈക്ക് ഓർ ഫ്രീ ആയിട്ട് ഒരു വെക്കേഷന് പോകുന്നതിനെക്കാട്ടിലും ഐ പ്രിഫേർഡ് ഗോയിങ് ടു ദ ഷൂട്ട്. ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. കുറെ പഠിക്കാനും പറ്റുമല്ലോ ഒരു എൻവയൺമെന്റ്, ഇത്രയും വലിയൊരു സെറ്റില് ഒരു എൻവയൺമെന്റ് എങ്ങനെ ആയിരിക്കും. ഇറ്റ് വാസ് വെരി നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, പാർവതി ഇപ്പോൾ മൂവിയുടെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. പാർവതി ഒരു മോഡലാണ്, കുറേ ഇന്റർനാഷണൽ എന്താ പറയുക ബ്രാൻഡ്സിൻ്റെ ഒക്കെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലസ് അതുപോലെ തന്നെ പാർവതി T20 അല്ലെ T10 ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, കുറച്ച് ഇയേഴ്സ് മുമ്പ്. അല്ല, ഞാൻ കുറച്ച് ഇയേഴ്സ് മുമ്പ് അബുദാബി ടീമിന്റെ ഇതായിരുന്നു. ബട്ട് ഞാൻ ലീഗിനെ ഇപ്പോഴും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് റീസെന്റ് വരെ. ഓക്കെ, സോ എങ്ങനെ ക്രിക്കറ്റിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്ന? ബ്രദർ ക്രിക്കറ്റ് ഫീൽഡാന്ന് തോന്നുന്നു അല്ലേ? സോ ക്രിക്കറ്റിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്ന എങ്ങനെയാ? നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ടീമിലൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അല്ല, സ്കൂൾ ടീം അല്ല, സ്കൂൾ ഗേൾസ് ക്രിക്കറ്റ് ടീം അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ വെക്കേഷനൊക്കെ വരുമ്പം എല്ലാ ബോയ്സും, എൻ്റെ ഫാദർ, എൻ്റെ ബ്രദർ, ബഞ്ച് ഓഫ് ബോയ്സ്, പിന്നെ ഞാനായിരിക്കും ദ ഓൺലി ഗേൾ ഇൻ ദ ഹോൾ ടീം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. സോ ഐ ഗ്രൂ അപ്പ് പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ഓൾ ദ ബോയ്സ്. സോ അങ്ങനെയാണ് വളർന്നത് തന്നെ. സോ ഐ ലൈക്ക് സ്പോർട്സ്, ഐ ലൈക്ക് ക്രിക്കറ്റ്. ആൻഡ് പക്ഷെങ്കിൽ ഈ ഒരു ലീഗിലൊക്കെ പാർട്ടാവുന്ന ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. ഇപ്പൊ തന്നെ കോമെന്ററിക്ക് വിളിച്ചു. ഇപ്പൊ ലാസ്റ്റ് IPL കോമെന്ററി, മലയാളം കോമെന്ററി ഞാൻ ചെയ്തിരുന്നു. ഇൻഫാക്ട് 2 പ്രാവശ്യം വിളിച്ചു. ദേ റിയലി ലൈക്ക് ദ ഫസ്റ്റ് കോമെന്ററി. പിന്നെയും വിളിച്ചു. ആൻഡ് അപ്പം എനിക്ക് വേറെ ഗോഡിന്റെ ഷൂട്ട് കാരണം പോകാൻ പറ്റിയില്ല. സെക്കൻഡ് ടൈം ചെന്നൈ പ്ലേ ചെയ്ത ഇതിന് ഐ ഡിഡ് ദ കോമെന്ററി. സോ ദാറ്റ് വാസ് ലൈക്ക് എ സ്പെഷ്യൽ ഗസ്റ്റ് വന്ന് കോമെന്ററി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ജിയോ. സോ ഐ ഡിഡ് ദാറ്റ്. സോ ക്രിക്കറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈവൻ കണക്റ്റഡ്. ലൈക്ക് ഐ മീൻ ഞാൻ ലൈക്ക് ഇത് ത്രൂ ബ്രദർ ഒന്നും അല്ലായിരുന്നു. പക്ഷേ somehow ക്രിക്കറ്റ് കണക്റ്റഡ് ആയിട്ട് സംതിങ് ഓർ ദി അതർ കീപ്സ് ഹാപ്പനിങ്.
എനിക്ക് ആ സ്പോർട്ടിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഐ ലൈക്ക് യു ഓൾവേസ് ട്രൈ ടു പിക്ക് ദാറ്റ് ഓൾസോ അല്ലേ? ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഫൺ തിങ്. ലൈക്ക് എല്ലാം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് മൂവീസ് ഒരു ഡിഫറെന്റ് തിങ്, മോഡലിംഗ് അതൊരു ഡിഫറെന്റ് തിങ്. ഈ സ്പോർട്സ് ഐ റിയലി ലവ് ദ സ്പോർട്സ് തിങ് ബിക്കോസ് അത് കാരണം കുറെ സ്പോർട്ട് ക്രിക്കറ്റ് ആണോ? അല്ല, എനിക്ക് എല്ലാ സ്പോർട്ടും ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും വർക്ക് ചെയ്തിട്ടുള്ള സ്പോർട്ട് ക്രിക്കറ്റ് ആണ്. സോ കുറച്ചുകൂടി ഒരു ഫെമിലിയർ എൻവയൺമെന്റ് ക്രിക്കറ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ ഐ ലൈക്ക് എവറി സ്പോർട്ട്. സോ ഈ ഒരു ഇത് ഇത്ര IPL വർക്ക് ചെയ്തു കോമൻട്രി, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഓൾ ദ T10 CCL എല്ലാം വർക്ക് വിത്ത് സോ മെനി ക്രിക്കറ്റ് ലീഗ്. സോ ഇറ്റ്സ് വെരി ഫെമിലിയർ. പക്ഷെങ്കിൽ അല്ലെങ്കിലും ഐ ലൈക്ക് എനി സ്പോർട്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. കുറെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചെറിയൊരു ടാസ്ക് റൗണ്ടിലേക്ക് പോവാം. അയ്യോ, അല്ലല്ല, സിമ്പിൾ. സാരിയിൽ ഇത്രയും എഴുതിയാൻ പോലും ക്രിക്കറ്റിനെ വയ്യ. കുറിച്ച് സംസാരിച്ച കുട്ടിയെ കിട്ടിയിട്ട് ഞാനൊരു 4-5 ക്രിക്കറ്റിന്റെ ചോദ്യം അയ്യോ, ഒട്ടും പറ്റില്ല. ഇല്ലില്ല, No സിമ്പിൾ general knowledge. ഇല്ല, ജനറൽ നോളജ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളതാ. എന്തായാലും പാർവതി T20 ഉണ്ടായിരുന്നല്ലോ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്. സോ പാർവതിക്ക് ഒരു T10 പാർവതി ഉണ്ടായിരുന്നത്. എനിക്ക് T20 എപ്പോഴും വരുന്നത്, കാരണം T10 ഇപ്പൊ അങ്ങോട്ട് എന്താ പറയാ, അങ്ങോട്ട് ഫേമസ് ആയി വരുന്നതല്ലേ ഉള്ളൂ. സോ T10 ടീം ഫോം ചെയ്യാനായിട്ട് പാർവതിക്ക് സെലക്ട് ചെയ്യാനൊക്കെ പറയരുത്. ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. കോമൺ ആയിട്ട് ഒരു 11 പ്ലേയേഴ്സ് പാർവതിക്ക് ഇഷ്ടമുള്ള ആരെയൊക്കെ പാർവതിയുടെ T10 ടീമിലിടും? അയ്യോ, അങ്ങനെയൊന്നും ചോദിക്കരുത്. That is not like 11 പ്ലേയേഴ്സ് വേണമെന്നില്ല, ഒരു 5-6 പ്ലേയേഴ്സിനെ പറയാം. പാർവതിയുടെ ടീമിൽ എത്ര പേരെ ഇടും? ഇപ്പം if I can take from India, because T10 ഞങ്ങൾ ചെയ്യുന്ന T10 ഇന്റർനാഷണൽ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓബ്വിയസ്ലി ഒരിക്കൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ എടുക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഐ ചൂസ് ദ ഇന്ത്യൻ പ്ലേയേഴ്സ്. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ എടുക്കും, ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും. ദോ ഓബ്വിയസ്ലി റിട്ടയർഡ്, ധോണി വുഡ് ബി മൈ നമ്പർ 1, മഹേന്ദ്ര സിംഗ് ധോണി. ബിക്കോസ് ഞാൻ ധോണിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ചെന്നൈയിലുള്ള ഓഡിയൻസ് എന്നെ നാളെ കൊല്ലും. പക്ഷെ അല്ലെങ്കിലും ഐ തിങ്ക് ഹി ഈസ് സോ അമേസിങ്. ഞാൻ IPL ഒക്കെ കാണാൻ പോകുമ്പോൾ ലൈക്ക് എന്തൊരു റെസ്പോൺസ്. ഞാൻ വിചാരിക്കും അടുത്ത ജന്മമെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആയാൽ മതി, ക്രിക്കറ്റർ ആയാൽ മതിയായിരുന്നു. ഇപ്പൊ രജനി സാറൊക്കെ പോലെ, വിജയ് സാറൊക്കെ പോലെ, ഈവൻ ധോണി എന്ന് വെച്ചാൽ പീപ്പിൾ ലൈക്ക് മരിക്കും. അതുപോലെ ഒരു ലൈക്ക് ചെന്നൈ വന്നൊരിക്കൽ മാച്ച് കാണണം. ധോണിയെ ജസ്റ്റ് വെയിറ്റിംഗ് ലൈക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എനിത്തിങ് ജസ്റ്റ് ഒരു റാൻഡം ഷോട്ട് ഓഫ് ധോണി കാണിക്കുമ്പോൾ തന്നെ പീപ്പിൾ ഗോ ക്രേസി. എല്ലാരും സ്ക്രീം ചെയ്ത് ഭയങ്കര എനർജിയാണ്. അപ്പോഴൊക്കെ വിചാരിക്കും ലൈക്ക് ഓൾമോസ്റ്റ് ഹ്യൂമൻ ബീയിങ് പോലാണ്. ഇമാജിൻ ദിസ് ഇസ് ചെന്നൈ പീപ്പിൾ ആൻഡ് ധോണി ഈസ് നോട്ട് ഈവൻ ഫ്രം ചെന്നൈ. എന്നിട്ട് വരെ ഒരു ക്രേസി ഓഡിയൻസ്. ലൈക്ക് എന്ത് ലക്കാണ് ഇത്, ഇത്ര ആൾക്കാരുടെ സ്നേഹം. കഴിഞ്ഞ IPL ആണെങ്കിലും ലാസ്റ്റ് ഓവേഴ്സിലായിരിക്കും ധോണി. കറക്റ്റ്. സ്റ്റിൽ ആ സ്റ്റേഡിയത്തിന് എടുക്കാന്നുള്ള ആ ഒരു കമന്ററിയും സ്റ്റേഡിയത്തിന് എടുക്കാനുള്ള ജാമിങ്ങും ഒക്കെ അതാണ്. ഇങ്ങനെ നടന്നാൽ മതി. ലൈക്ക് ഈവൻ കളിക്കേണ്ട ആവശ്യമില്ല, ധോണി ഒന്ന് കാണിച്ചാൽ തന്നെ പീപ്പിൾ ഗോ ക്രേസി. സോ ഒബ്വിയസ്ലി ധോണി വുഡ് ബി ദ ഫസ്റ്റ്, ഈവൻ ഇഫ് ഹീസ് റിട്ടയർഡ്. എല്ലാം ധോണി ഈസ് മൈ ഫസ്റ്റ് ചെന്നൈ ഓപ്ഷൻ. ഫാൻ ആയത് കാരണം ആ ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ സെക്കൻഡ് വുഡ് ബി വിരാട് കോഹ്ലി. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. എനിക്ക് ബാംഗ്ലൂർ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, ബിക്കോസ് ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഞാൻ ഇന്ത്യയിൽ ഏറ്റവും താമസിച്ച സ്ഥലം is Karnataka, so I really like that place a lot. And I think he's a very hardworking guy, very very hardworking. If you see how he's worked hard over the years, I think very talented and hardworking. And other than it, I really like I think Hardik Pandya is quite talented. I think as a player, I think Rohit Sharma is a very composed person. അതുകൊണ്ടൊരു പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ കാരണം. Maybe Jasprit Bumrah, like 5 people. അത് I'm going by ഇപ്പോഴത്തെ ഒരു മാച്ച് ഒക്കെ ഇത് നമ്മുടെ വേൾഡ് കപ്പിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് I'm just picking players. Obviously കുറെ ടാലന്റഡ് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഇതായിരിക്കും ഫേവറേറ്റ്. എന്തായാലും പാർവതി പിക്ക് ചെയ്തത് വെച്ചിട്ട് പാർവതിയുടെ T10 ടീം പൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഫേവറേറ്റ് ക്രിക്കറ്റർ ചോദിച്ചാ ആര് പറയും? ഒരാളുടെ ധോണി. ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, ബട്ട് ഐ തിങ്ക് ഹീസ് അമേസിങ്. ആ ഒരു ഓറ, സംതിങ് ഈസ് സോ നൈസ് അബൌട്ട് ഇറ്റ്. സോ പാർവതി, അടുത്ത ക്വസ്റ്റ്യൻ. പാർവതി എന്തായാലും ക്രിക്കറ്റിന്റെ ഭാഗമാണ്, കമന്ററിക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. സോ പാർവതി നേരിട്ട് കണ്ട ഒരു ക്രിക്കറ്റർ ആൻഡ് യുവർ ഫാൻ ഗേൾ മൊമെന്റ്?
നേരിട്ട് I've seen, I mean, I've seen quite a few of them. നമുക്കൊരു ഫാൻ ഗേൾ മൊമെന്റ് ഉണ്ടായ ഒരു ടൈം? I think long back when I saw Sachin Tendulkar for the first time, anna like പഠിക്കുന്ന സമയത്തൊക്കെ I think അപ്പം it was like അപ്പോൾ ഒരു ഫേമസ് ആൾക്കാർ ആരെയും അങ്ങനെ അറിയില്ല, ലൈക്ക് ക്രിക്കറ്റേഴ്സ് ഫസ്റ്റ് ക്രിക്കറ്റർ കാണുന്നത് വാസ് ഹിം. സോ obviously that was I think a big fan girl moment. Like സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലാതെ I've seen quite a few of them. Like I mean, I know Rohit Sharma and Jadeja. വിരാട്ടിനെ പണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ I not interacted too much because it was a common ഒരു ഫ്രണ്ട് ഗ്രൂപ്പിന്റെ thing, so I have not interacted much. ഒരിക്കലും I have not never met ധോണി. ഒരിക്കലും ലൈക്ക് അടുത്തുള്ള ഐ മീൻ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ട്, ലൈക്ക് അവിടെ ചെന്നൈയിൽ പ്രാക്ടീസ് ചെയ്യുമ്പം seen him practicing, but I've never interacted with him. ബാക്കി മിക്കവാറും പ്ലേയേഴ്സ് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഇപ്പോൾ the older players like യുവരാജ്. I mean, most of them like എനിക്കറിയാം, and I worked with some of them. So മിക്കവാറും കുറേ പ്ലേയേഴ്സ് ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ അറിയാം, ബട്ട് ധോണി മാത്രം ഒട്ടും ലൈക്ക് ഓക്കെ. നമുക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യണം ഇനി കാണാൻ ആഗ്രഹമുള്ള ഡെഫിനറ്റ്ലി ആഗ്രഹമുള്ള ക്രിക്കറ്റർ അല്ലേ? ഓക്കെ. പാർവതി, അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ പാർവതി ക്രിക്കറ്റിൽ നിന്ന് അങ്ങോട്ട് മുക്തയാക്കാം. ഓക്കെ, കാരണം ഞാനത് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ ക്രിക്കറ്റ് റൗണ്ട് തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഞാൻ നോക്കിയപ്പോൾ T10 ഉണ്ടായിരുന്ന ആള്. സോ കുറച്ച് ക്രിക്കറ്റ് ക്വസ്റ്റ്യൻസ് ആവാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ലാസ്റ്റ് ഒരു ക്രിക്കറ്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, അതായത് പൊതുവെ ഒരു ബിലീഫ് ഉണ്ട് നമ്മുടെ മലയാളി പ്ലേയേഴ്സ് ആരെങ്കിലും ടീമിലുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് എടുക്കുന്നത്. നമ്മൾ 1983 നമ്മൾ വേൾഡ് കപ്പ് വിൻ ചെയ്യുമ്പോൾ മലയാളി ഉണ്ടായിരുന്നു, 2007 മലയാളി ഉണ്ടായിരുന്നു, 2011 മലയാളി ഉണ്ടായിരുന്നു, ആൻഡ് ഇപ്പോൾ 2024 നമ്മുടെ സഞ്ജു ഉണ്ടായിരുന്നു ടീമിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ T10 ടീമില് ആരും ആയിരുന്നല്ലേ പറഞ്ഞേ സഞ്ജുവിനെ എടുക്കണല്ലോ. മലയാളീസ് ഒക്കെ എന്നെ തല്ലിക്കൊല്ലും. സത്യം പറഞ്ഞ I really admire that guy. എനിക്കറിയാം, ലൈക്ക് I have never interacted, പക്ഷേ ഭയങ്കര ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആൻഡ് സോഫ്റ്റ്. ലൈക്ക് നമുക്ക് അയാളുടെ ഒരു ലൈക്ക് ആ ഓൺ ഫീൽഡ് ആ സോഫ്റ്റ് നേച്ചർ, ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ധോണി ഓൾസോ. ലൈക്ക് ദ വെരി കാം ആൻഡ് കമ്പോസ്ഡ്. ഒരു ലൈക്ക് എന്താ പറയുക, ഒരു അഗ്രഷൻ ഉള്ളിൽ കാണും, പക്ഷെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സീൻ ഇൻ ഒരു റഫ്നെസ് ആയിട്ട് കാണുന്നില്ല. ഐ തിങ്ക് ദാറ്റ്സ് റിയലി നൈസ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ടിപ്പിക്കൽ ഇത് ഓഫ് സഞ്ജു. ഈസ് ഓൾസോ സഞ്ജു സാംസൺ ഓൾസോ വെരി ടാലന്റഡ്. അപ്പം ഈവൻ ഞങ്ങളെ കമന്ററി ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സഞ്ജു ആണ് അവരുടെ എല്ലാ മലയാളി സെക്ഷൻ്റെ ഒരു ഫേവറേറ്റ്, ബിക്കോസ് ഹി ഈസ് ദ ഓൺലി മലയാളി പ്ലെയർ റൈറ്റ് നൗ. നേരത്തെ ശ്രീശാന്ത് ഉണ്ടായിരുന്നു, ആൻഡ് ഇപ്പം ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് സഞ്ജു. ആൻഡ് ഓബ്വിയസ്ലി വി ഹാവ് എ സോഫ്റ്റ് കോർണർ ഫോർ മലയാളീസ്, അതിനൊരു സംശയമില്ല. സോ ഐ തിങ്ക് ഐ മിസ്ഡ് ഔട്ട് ബിക്കോസ് ഞാൻ ആക്റ്റീവായിട്ട് വേൾഡ് കപ്പ് കൾച്ചറിനെ കുറിച്ച് ആലോചിച്ചപ്പം മേ ബി ഐ മിസ്ഡ് ഔട്ട്. അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു ബിലീഫ് പാർവതിയും വിശ്വസിക്കുന്നുണ്ടോ? എന്ത്? ഒരു മലയാളി പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മലയാളി പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് എടുക്കും എന്നുള്ള ഒരു ബിലീഫ്? ഡെഫിനറ്റ്ലി. പാർവതി നേരത്തെ പറഞ്ഞായിരുന്നു അജിത് സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് സാർ മാത്രമല്ല, കമൽഹാസൻ സാർ, അജിത് സാർ, നമ്മുടെ ലാലേട്ടൻ, അങ്ങനെ ബിഗ് സ്റ്റാർസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് പാർവതി. ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാം, ഭാഗ്യം കിട്ടിയ ഒരാളാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിന്റെ കൂടെ ഉള്ള ഒരു ചെറിയൊരു സ്റ്റോറി പാർവതി ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സ്റ്റോറി പറയാമോ? അജിത് സർ, ഐ തിങ്ക് ആ ഒരു എക്സ്പീരിയൻസ്, ബിക്കോസ് എനിക്ക് കുറേ ലൈഫിൻ്റെ കുറേ ലെസൺസ് പറഞ്ഞു തന്നു. ആൻഡ് ദിസ് വാസ് 9 years ബാക്ക്, റൈറ്റ്? എന്നെ എന്താൽ ചെയ്തത് 9 years ആയി. 9 years ബാക്ക്. അപ്പം ഹി ടോൾഡ് മീ ലോട്ട് ഓഫ് ലൈഫിനെ കുറിച്ച് കുറേ ലെസൺസ്, ബിക്കോസ് അപ്പം ചെറിയ കുട്ടിയല്ലേ, പറഞ്ഞു കൊടുക്കാമെന്നൊരു ഇതിലാണ് പറഞ്ഞു തന്നത്. അപ്പം ഒന്നും മനസ്സിലായില്ല. വെദർ ഇറ്റ്സ് അബൌട്ട് ആക്ടിങ്, വെദർ ഇറ്റ്സ് അബൌട്ട് ഫാമിലി ലൈഫ്, വെദർ ഇറ്റ്സ് അബൌട്ട് ലൈഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ, മാരേജ്, ഇതൊക്കെ. അപ്പം പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എന്താ ഇങ്ങനെ പറയുന്നൊരു എന്താ പറയുക, അപ്പൂപ്പൻ പോലെ പറയാണല്ലോ എന്നൊരു തോന്നൽ. ബിക്കോസ് ഒബ്വിയസ്ലി അന്ന് ഈവൻ ഐ വാസ് വെരി യങ് ആൻഡ് ഈ ഓൾസോ ന്യൂ, ഞാൻ പുതിയതാണ്, സോ ആൻഡ് യങ് ആണ്. സോ കുറേ അഡ്വൈസ്, അപ്പോൾ ആ അഡ്വൈസ് നമുക്ക് മനസ്സിലാവില്ല, ഒരു സർട്ടൻ ഏജിലൊന്നും മനസ്സിലാവാത്തൊരു ഇതാണ്. ഹി ടോൾഡ് മീ ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ഇപ്പം ആലോചിക്കുമ്പം ആൻഡ് ലാസ്റ്റിൽ അപ്പം ഞാൻ വിചാരിച്ചു
എനിക്ക് എന്താ അജിത് സർ ഇങ്ങനെ എന്നെ ഒരു പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് എൻകറേജിങ് ഒരു പെർട്ടിക്കുലർ തിങ് ഹീസ് ലൈക്ക് ഭയങ്കര ഒരു ഹോംലി ആക്കാൻ നോക്കുവാണല്ലോ. എനിക്കൊരു ലൈക്ക് ദോ ഐ ലവ്ഡ് ഹിം, ഐ വാസ് ലൈക്ക് എന്തിനാ ഇങ്ങനത്തെ അഡ്വൈസ് ഒക്കെ തരുന്നത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ബട്ട് ഐ നൗ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് മീനിങ് ഇപ്പൊ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ. അത് മാത്രമല്ല ഷൂട്ടിന്റെ ഒരു അവസാനം എൻ്റെ ഒരു വലിയൊരു ഫോട്ടോ ലൈഫ് സൈസ് എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ട്, ഒരു ഫുൾ സൈസ് എന്നെക്കാട്ടിലൊരു വലിയ പിക്ചർ അജിത് സർ എടുത്ത ഫോട്ടോ. എൻ്റെ ഫോട്ടോ ഷൂട്ട് ചെയ്തിരുന്നു അജിത് സർ. ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിരുന്നു, ഒരു വലിയ സൈസ്. ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ. അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ഡൺ ദാറ്റ് വിത്ത് എനിബഡി. സോ ഈ റിയലി എന്നെ ഒരു ഫാമിലി മെമ്പർ പോലാണ് അന്ന് കൺസിഡർ ചെയ്തത്. അതാ പറഞ്ഞ അന്ന് പറഞ്ഞ അഡ്വൈസിനൊക്കെ ഐ ഫീൽ ഇപ്പോൾ ഒരു അതിൻ്റെ മീനിങ് മനസ്സിലായി. സോ ഐ റിയലി തിങ്ക് ഹീസ് വെരി സ്പെഷ്യൽ. അങ്ങനെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മുടെ റാപ്പിഡ് ഫയർ പോലെ. അപ്പോൾ ആ ചോദ്യത്തിന് ഇപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ഹാവ്, ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഐ ഹാവ് നെവർ. ഓക്കെ, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഓക്കെ, ജസ്റ്റ് പോയാൽ മതി. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഫ്രഷ്. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെടാത്ത സിനിമയെ കുറിച്ച് ഗുഡ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഐ ഹാവ് ഓർ ഐ ഹാവ് നെവർ കാണിച്ചാൽ മതി. ഇഷ്ടപ്പെടാത്ത സിനിമയെ കുറിച്ച് ഗുഡ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത സിനിമ ഇല്ല. ഓക്കെ. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതിന് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? കൂടെ അഭിനയിച്ച നടനോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? ആരാന്ന് ഞങ്ങൾ ചിലപ്പോൾ കുത്തി ചോദിക്കായിരിക്കും അല്ലേ? കൂടെ അഭിനയിച്ച നടനോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഐ ഹാവ് നെവർ. ഓക്കെ, കുറച്ച് ആലോചിച്ചുള്ള കുട്ടി. മേ ബി ക്രഷ് ടൈപ്പ് ബട്ട് നോട്ട് പ്രണയം. ഓക്കെ ഓക്കെ. അപ്പൊ ക്രഷ് ആണെങ്കിൽ ഐ ഹാവ്. ക്രഷ് ആണെങ്കിൽ ഐ ഹാവ്. ഓക്കെ. ആർക്കെങ്കിലും ഫോൺ നമ്പർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. ഞാൻ എനിക്ക് ഇടയ്ക്കൂടെ ചോദിച്ചിട്ട്, ഈ ഫോൺ നമ്പർ തെറ്റിച്ച് കൊടുക്കുമ്പോഴേ ലാസ്റ്റ് ഡിജിറ്റ്സ് ആണോ മാറ്റുക എപ്പോഴും? ഇല്ല, സ്റ്റാർട്ടിങ് മാറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മാറ്റിയിട്ടുണ്ട്. ലൈക്ക് 10 ഡിജിറ്റ്സ് ആണെന്ന് അറിയാം, എന്തെങ്കിലുമൊക്കെ പറയും, അതിന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഐ നോട്ട് നോ ടു സേ ബിക്കോസ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മുടെ കറക്റ്റ് നമ്പർ പറയാ, ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം മാറ്റുക. കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. മറ്റൊരു അഭിനേതാവായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? വേറൊരു ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞിട്ട്? ആണോ? ആരായിട്ട്? മറ്റേ പാർവതി. ഓക്കെ. ഐ മീൻ നോട്ട് ബൈ ലുക്സ് ബട്ട് കോൾസ് അങ്ങനെ വന്നിട്ടുണ്ട്, വേറെ കോൾ വന്നിട്ടുണ്ട്. ബൈ ലുക്സ് വേറെ ആക്ട്രസ് സമാന്ത എന്നാരോ വിചാരിച്ചൊരിക്കൽ, വേറെ ആരോ ഹിന്ദിയിൽ ആരോ ആണെന്ന് ആരോ വിചാരിച്ചു. ലൈക്ക് സം പ്ലേസസ്, ഐ മീൻ നോട്ട് നൗ, ഐ തിങ്ക് ലോങ് ബാക്ക് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ലോങ് ബാക്ക് ഈവൻ അനുഷ്ക ശർമ്മ എന്നാരാന്ന് പണ്ടും കണ്ട്, അനുഷ്ക ശർമ്മയുടെ പണ്ടത്തെ ഒരു ഇത്. അങ്ങനെ കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. സോ പ്രായം കുറച്ച് പറയാറുണ്ടോ? പ്രായമേ പറയാറില്ല. ചോദിച്ചാല് എസ്കേപ്പ് അടിക്കാറുണ്ടല്ലേ? അല്ല, അറിയുന്ന ആൾക്കാരാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആവശ്യമില്ലെന്ന് വെച്ചാൽ എസ്കേപ്പ്, വേറെ എന്തെങ്കിലുമൊക്കെ കഥ പറയും. ഓക്കെ. ശബ്ദം മാത്രം കേട്ട് ആളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? സുന്ദരിയാണെന്നത് കൊണ്ട് അഭിമാനം തോന്നിയിട്ടുണ്ടോ? യെസ്. ഓക്കെ. കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടോ? ഐ ഹാവ് നെവർ. ഇല്ല, കള്ളം പറയില്ല. ഞാൻ എസ്കേപ്പ് ചെയ്യും, ഡിപ്ലോമാറ്റിക് ആവും, പക്ഷേ ഐ ഡോണ്ട് ലൈ. ഓക്കെ. ഐ ഡോണ്ട് ബ്ലേറ്റന്റ്ലി ലൈ. കണ്ണും പൂട്ടി കള്ളം പറയില്ല, സത്യത്തോടടുത്ത ഒരു കള്ളമൊക്കെ പറയും അല്ലേ? കള്ളല്ല, ഞാൻ അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും നോക്കും. ഒരു ജസ്റ്റ് ഒരു ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയില്ല, അങ്ങനെയൊക്കെ. ഓക്കെ. ചില നടന്മാരെ കൊണ്ട് ശല്യം സഹിക്കവയ്യാതെ വന്നിട്ടുണ്ടോ? സഹിക്കാൻ വയ്യാതെ ഇല്ല. ഓക്കെ. സ്കിൻ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടോ? nothing major ever, maybe like hydra facial, those kind of things, nothing major. Okay, so I have never കാണിക്കുക. ആണോ? because it depends on what you mean. Okay, skin treatments നമ്മൾ ഈ പറഞ്ഞ പോലെ because ഇപ്പോ പറയുന്നത്, ഇപ്പോ ഒരു മുറിവ് വന്നാൽ ലേസർ, എനിക്കൊരു മുറിവ് വന്നിരുന്നു, ലൈക്ക് അതിന്റെ ഇതിന് പാടിന് സ്റ്റിച്ച് ഇട്ടപ്പോൾ ലേസർ ചെയ്യണം, അപ്പോൾ that's also called a skin treatment, but that is not like a plastic surgery. അത് വേറെ അല്ലേ? So if it's any surgical plastic surgery or anything advanced, never.
ഓക്കെ, സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സെഷൻ. Yeah. സോ അപ്പോൾ നമ്മളുടെ നെവർ ഹാവ് ഐ എവർ അല്ലെങ്കിൽ ഐ ഹാവ് എവർ എന്താണെങ്കിലും അത് തീർന്നിരിക്കുന്നു. താങ്ക് യു.